വാക്യം തുടങ്ങി നാം ഇപ്രകാരം വായിക്കുന്നു. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. ഹല്ലേലൂയ. നമ്മുടെ എന്നേക്കുമുള്ള ഡെസ്റ്റിനേഷനിലെ ആരാധനയാ ഇവിടെ വർണ്ണിക്കപ്പെടുന്നത്. എത്ര പേര് അത് ഈ പകലിൽ തിരിച്ചറിയുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ഇറ്റേണിറ്റിയിലെ ആരാധനയാണ് ഇവിടെ വെളിപ്പാട് പുസ്തകക്കാരൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. താൻ ഇങ്ങനെ പറയുന്നു, അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. ഉയരത്തിലെ ആരാധന, ഹല്ലേലൂയ, സകല ജീവികളും ചേർന്ന് അർപ്പിച്ചപ്പോൾ അവർ കുഞ്ഞാടിന്റെ മുൻപാകെ അർപ്പിക്കാൻ മറക്കാതെ പോയ ഒന്നുണ്ട്. അതെന്താണെന്നറിയാവോ? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന പൊൻകലശം. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഗോൾഡൻ ബോൾ ഓഫ് ഇൻസെൻസ് എന്ന. ഹല്ലേലൂയ. ഈ രാത്രി എത്ര പേര് തിരിച്ചറിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്റെ പ്രാർത്ഥന ഉയരത്തില് ദൈവം കൽപ്പിക്കുന്ന ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ഇവിടെ വെളിപ്പാട് പുസ്തകക്കാരൻ വിളിച്ചു പറയുന്നത്. അത് തകർച്ചയുടെ നടുവിൽ ഉയർന്ന പ്രാർത്ഥനയായിരിക്കാം, അത് സന്തോഷത്തിന്റെ നടുവിൽ ഉയർന്ന പ്രാർത്ഥനയായിരിക്കാം, അതെല്ലാം നന്നായി പോകുമ്പോൾ ഉയർന്നതായിരിക്കാം, അതെല്ലാം തകർന്നിരിക്കുമ്പോൾ ഉയർന്നതായിരിക്കാം. പക്ഷെ ഒന്നെനിക്കറിയാം, ഒരു ദൈവ പൈതൽ അവന്റെ നാവ് ചലിപ്പിക്കുമ്പോൾ, അവന്റെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ഉയരുമ്പോൾ, അത് ദൈവസന്നിധിയിൽ ഏറ്റവും മഹത്വമുള്ള ആരാധനയുടെ നടുവിലും ആ പ്രാർത്ഥന അർപ്പിക്കപ്പെടുന്നുവെന്ന് ഈ പകലിൽ നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഈ പകലിൽ ഇടയനുമായിട്ടുള്ള ബന്ധത്തിനകത്ത് എത്ര പേരുടെ നാവിന്മേൽ പാടാൻ ഒരു ഗാനമുണ്ട്? എത്ര പേരുടെ നാവ് ഈ പകലിൽ നന്ദിയോടെ ദൈവസന്നിധി ചലിക്കും? ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ എപ്പോഴും ഇളങ്ങി നിൽക്കേണ്ടത് ഉയരത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന ആരാധനയാ. അങ്ങനെയെങ്കിൽ അത് ഈ പകലിൽ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പകരട്ടെ. ദൈവം നമ്മളെ ദൈവത്തിനായി രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ഈ പകലിൽ ക്രിസ്ത്യൻ ലൈഫ് എനിക്ക് സൈഡ് ലൈഫ് അല്ല. ഈ പകലിൽ ക്രിസ്തീയ ജീവിതം എനിക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമുള്ള ജീവിതമല്ല. എന്റെ പ്രാർത്ഥന ഓരോ നിമിഷവും ആ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് എനിക്ക് എന്റെ ഓരോ സെക്കൻഡിലും വിലപ്പെട്ടതാ. എന്റെ ഓരോ ജീവിതത്തിന്റെ മിനിറ്റുകളിലും ഞാൻ മുറുകെ പിടിക്കേണ്ട ഒന്നുണ്ടെങ്കിൽ അത് ഈ ക്രിസ്തീയ ജീവിതമാ. അതാ രാജാക്കന്മാരുടെ രാജാവുമായിട്ടുള്ള ബന്ധമാ. അവർ ഒരുമിച്ച് ചേർന്ന് പാടി, അറുക്കപ്പെട്ട കുഞ്ഞാടെ അങ്ങ് യോഗ്യൻ. ആ നിമിഷം വരെ യോഹന്നാൻ അത് മറ്റൊരിടത്താ കേട്ടത്. റോമ സാമ്രാജ്യത്തിൽ ചക്രവർത്തിമാർ വരുമ്പോൾ ജനം ഇരുവശങ്ങളിൽ നിന്നുകൊണ്ട് പാടും, നീ യോഗ്യൻ, നീ യോഗ്യൻ എന്ന്. ഹല്ലേലൂയ. അത് മാത്രം കേട്ട് ശീലിച്ച യോഹന്നാൻ ഇപ്പൊ കാണേണ്ട കാഴ്ച കണ്ടപ്പോൾ യോഹന്നാൻ ഒന്ന് മനസ്സിലായി, അവരാരുമല്ല യോഗ്യന്മാർ, അവരാരുമല്ല യോഗ്യന്മാർ. അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടുണ്ട്. 4 ജീവികളും ദൂതന്മാരും സ്വർഗീയ ജീവികളും എല്ലാം ഒരുമിച്ച് ഒരുവന്റെ മുമ്പിൽ മുട്ടുവണങ്ങി, ഒരുവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് അവർ ഏറ്റുപറയുന്നു, അങ്ങ് യോഗ്യൻ. ധനം, മാനം, സ്തുതി, സ്തോത്രം എല്ലാം സ്വീകരിപ്പാൻ ഒരുവനെ യോഗ്യനുള്ളൂ. ആ ഒരുവൻ മാത്രമേ അതിന് യോഗ്യനുള്ളൂ. ഈ പകലിൽ നിന്റെ ഹൃദയം പറയുന്നത്, നിന്റെ ഹൃദയത്തിന്റെ യോഗ്യത നീ കൊടുക്കുന്നത് ആരുടെ മുമ്പിലാ? ഈ പകലിൽ നാവ് ചലിക്കുന്നത് ഏത് യോഗ്യതയുടെ മുമ്പിലാ? നിന്റെ ഹൃദയം തിരിച്ചറിയുന്നുണ്ടോ? അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യനെന്ന്. പുസ്തകം വാങ്ങിച്ചപ്പോൾ സകലരും അവന്റെ മുമ്പിൽ നെടുമ്പാട് വീണിട്ട് പറഞ്ഞു, അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ, അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. അവൻ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാ. അവൻ ആ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാ. യേശുവേ
മാലേ